പറയുമ്പോൾ റസൂലുള്ളാഹിനെ വിളിച്ച് ഒരുപാട് ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്ക എന്ന് ഹോൾസെയിലായിട്ട് സലാം പറയാൻ പറ്റൂല ശറഈന്റെ നിയമപ്രകാരം. ഓരോരുത്തരും ഏൽപ്പിച്ചാൽ ഓരോ പേര് പറഞ്ഞിട്ട് സലാം പറയണം. അപ്പോൾ ഹജ്ജ് യാത്രപ്പിനൊക്കെ പോയി ഇറച്ചി പത്തരൊക്കെ തിന്നിങ്ങനെ പോരുമ്പോൾ എൻ്റെ സലാം പറയണമെന്ന് പറയുമ്പോൾ പറഞ്ഞുകൊണ്ടേന്ന് കാണും പോകുന്നൊക്കെയാണ് ഒക്കെ ആലോചിച്ചെടുത്തോണ്ട് 8-10 ദിവസം സമയമുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഇരുന്ന് ഓരോ ആളുകളും ഇപ്പോൾ മുഹമ്മദ് സലാം പറയാൻ വേണമെങ്കിൽ മുഹമ്മദ് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈനബ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അങ്ങനെ നേരിട്ട് പറയണം. അല്ലാതെ അളിയനും പെങ്ങളും പറഞ്ഞു എന്നോ അയൽവക്കാർ പറഞ്ഞു എന്നൊന്നും പറയാൻ പറ്റൂല. സലാം ഏറ്റവും വലിയ ബാധ്യതയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ക്ലാസ്സിൽ. ഏതാനും അള്ളാഹു ഇവിടെ വരാൻ നമ്മൾക്ക് തൗഫീക്ക് നൽകി. ഇനി ഹജ്ജും റാഹത്തായി ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ഹജ്ജിൻ്റെ 2ാം ഘട്ടമാണ് നമ്മൾ ഇന്നലെ മുതൽ ഇവിടെ എത്തി ആരംഭിച്ചത്. 3 ബസ്സിലായി നമ്മൾ പുറപ്പെട്ടു. അൽഹംദുലില്ലാ. സമയത്ത് വ്യക്തമായ സമയത്താലും എത്തി വളരെ വ്യത്യാസമില്ലാത്ത രീതിയിൽ പ്രയാസങ്ങളില്ലാതെ, വണ്ടിൻ്റെ ടയർ പഞ്ചറാകാതെ, AC-ക്ക് തകരാറാകാതെ, വഴി കറങ്ങാതെ വളരെ സന്തോഷമായിട്ട് ഇവിടെ എത്തി. അൽഹംദുലില്ലാ. അല്ലാഹു ഇതുപോലെ നമ്മുടെ ഹജ്ജിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പമാക്കി തരട്ടെ.